أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد വേദിയിലുള്ള പ്രിയപ്പെട്ട കുവൈത്ത് ഇസ്ലാഹി സെൻ്ററിൻ്റെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു വിഷയമാണ് എനിക്ക് തന്നത്. മാറുന്ന ലോകം, മാറുന്ന മക്കൾ നാം അറിയേണ്ടത്. ഞാൻ എൻ്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിഷയത്തോട് നീതി പാലിക്കാൻ എന്നാലാവും വിധം ശ്രമിക്കാം. കഴിഞ്ഞ വെക്കേഷൻ, നാട്ടിലെ വെക്കേഷൻ, ഏപ്രിൽ മാസം ദുബായിൽ പ്രോഗ്രാം നടക്കുന്നു. UAE-യിലെ വിവിധ ഭാഗങ്ങളിൽ പ്രോഗ്രാമുകൾ എല്ലാം കഴിഞ്ഞ് റാസൽ ഖൈമ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് വേണ്ടി ചെന്നപ്പോൾ അവിടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ്, ഒരു സ്കൂളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹോട്ടലിൻ്റെ പുറത്തു നിന്നൊരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വന്ന് എന്നോട് പറഞ്ഞു, എനിക്കൊരു ഇത്തിരി സംസാരിക്കാനുണ്ട്, സാർക്ക് സമയമുണ്ടോ? ഞാൻ പറഞ്ഞു ഓക്കെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും കയറിയിട്ടുണ്ട്, എന്നാലും പറഞ്ഞു ഓക്കെ, കുറച്ച് സമയം മതി, ശരി. അദ്ദേഹം വന്ന് എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഒരു കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു. എൻ്റെ പേര് ഇങ്ങനെയാണ്, പേരും പറഞ്ഞു. ഞാൻ ഏകദേശം ഒരു 18 വർഷമായി റാസൽ ഖൈമയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ഒരു സാധാരണ വസ്ത്രം ധരിച്ച ആ മനുഷ്യൻ 2 കൈയും എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് എന്നോട് പറഞ്ഞു, സാർ എൻ്റെ കൈ കണ്ടോ, സാറിൻ്റെ കൈ കണ്ടോ? ഞാൻ നോക്കിയപ്പോൾ 2 കൈയും വിണ്ട് കീറിയിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ പിടിച്ച് തിരിച്ചും പണിയെടുത്തും രാപ്പകലില്ലാതെ ഞാൻ ഉണ്ടാക്കിയ ആകെയുള്ള സമ്പാദ്യം. എൻ്റെ കൈ കണ്ടോ നിങ്ങൾ? എൻ്റെ കാല് കണ്ടോ? നിന്നിട്ട് വെരിക്കോസ് വെയിൻ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പണി ഇലക്ട്രീഷ്യൻ്റെ പണിയാണ്, ഒരുപാട് നിൽക്കേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, എന്തു പറ്റി? എന്നിട്ടിപ്പോൾ എന്തു പറ്റി? അയാൾ പറഞ്ഞു, സാറേ എനിക്കൊരു ഭാര്യയുണ്ട്, നാട്ടിൽ ഒരു മകനുമുണ്ട്, ഒരേ ഒരു മകൻ. അവൻ +2 പഠിക്കുന്നു. ഇപ്പൊ അവൻ ആകെ നാശമാണ്. ഞാൻ അവനെയും ഭാര്യയെയും താൽക്കാലികമായി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അയാള് ആ ഹോട്ടലിന്റെ കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന അയാളുടെ മകനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, സാറേ അതാ നിൽക്കുന്നു എൻ്റെ മകൻ. ഞാൻ നോക്കിയപ്പോൾ നല്ല ഒരു ബനിയനൊക്കെ ഇട്ട്, ഒരു ജീൻസൊക്കെ ഇട്ട്, വില കൂടിയ ഷൂ ധരിച്ച്, അവനെ കണ്ടാൽ ഏതോ പണക്കാരന്റെ മകന്റെ രൂപം. ഈ ബാപ്പയെ കണ്ടാലോ കൈയൊക്കെ പൊട്ടിക്കീറി നാശമായി നിൽക്കുന്നു. ഇയാൾ കണ്ണിൽ വെള്ളം നിറച്ച് പറയാണ്, +1 മകൻ പഠിക്കുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോന് ഫോൺ വേണമെന്ന് പറയുന്നു, നിങ്ങളൊരു ഫോൺ അയച്ചു കൊടുക്കണം. ഉടൻ അയാൾ പറഞ്ഞു, ഇപ്പൊ വേണോ ഫോണ്? അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഗൾഫിലൊക്കെ അല്ലേ, നമുക്ക് ഒരൊറ്റ മോനല്ലേ ഉള്ളൂ. അയാൾ പറയാ, നാട്ടിലെ ഏറ്റവും വില കൂടിയ ആപ്പിളിന്റെ ഐഫോൺ ഞാൻ അയച്ചു കൊടുത്തു എൻ്റെ മോന്. ഇപ്പൊ അതെനിക്ക് വലിയ ഗതികേടായി മാറി.
അവന് പേപ്പറിലും കളിച്ച് ഒരുപാട് പ്രശ്നത്തിലും കുടുങ്ങി പഠനത്തിൽ പിന്നോക്കം പോയി SSLC പരീക്ഷയ്ക്ക് മോശമില്ലാത്ത മാർക്ക് വാങ്ങിയ കുട്ടി +1 പേപ്പറുകളെല്ലാം പോകുമെന്ന രൂപത്തിൽ ഇപ്പൊ അയാൾ കുറച്ചു കാലത്തേക്ക് നാട്ടിൽ കൊണ്ടുവന്നു. അയാളുടെ ചോദ്യം, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താ പ്രിയപ്പെട്ടവരെ അയാൾക്ക് ഉത്തരം കൊടുക്കേണ്ടത്? ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയം ആരംഭിക്കുന്നത്. നമ്മുടെ മക്കൾ ഏറെ മാറിപ്പോയി, ലോകം മാറിപ്പോയി. നമ്മളോ ഒരു കാലഘട്ടം മക്കളെ വളർത്തിയ പോലെയാണോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മക്കളെ വളർത്തുന്നത്? ഈ കുവൈത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ 2 രൂപത്തിലാണ് നിങ്ങളുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, കുടുംബവുമായി മക്കളുമായി കുവൈത്തിൽ താമസിക്കുന്നവർ. 2, മക്കളും ഭാര്യയും നാട്ടിലിരിക്കുകയും ഇവിടെ നിന്നുകൊണ്ട് റിമോട്ട് പാരന്റിംഗ് നടത്തേണ്ടി വരികയും ചെയ്യുന്ന മാതാപിതാക്കൾ, പിതാക്കൾ. ഇവരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ഉത്തമ ബോധത്തോടെ തന്നെയാണ് ഞാൻ എൻ്റെ വിഷയം നിങ്ങളുടെ മുമ്പിൽ തുടങ്ങി വെക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ മക്കളുടെ മാറ്റം ഞാൻ ആദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മാറുന്ന ലോകം, മാറുന്ന മക്കൾ എമ്പാടും മാറിപ്പോയി, ഏറെ മാറിപ്പോയി. ഞാൻ നിങ്ങൾക്ക് ചില ന്യൂസ് ക്ലിപ്പുകൾ മാത്രം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് അതിൽ കാണാം, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ആ വാർത്തയിൽ നിങ്ങൾക്ക് കാണാം, സംസ്ഥാനത്ത് കുറ്റവാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ന്യൂസ് വളരെ കൃത്യമാണ്. ആ ന്യൂസിൽ പറയുന്നു, സംസ്ഥാനത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്ത് കുറ്റവാളികളാകുന്ന കേസുകൾ അനുദിനം വർദ്ധിച്ചു വരുന്നു. നിങ്ങൾക്ക് അതിന്റെ വലതുഭാഗത്ത് വായിച്ചാൽ കാണാം, ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസിൽ, ആ ന്യൂസിന്റെ വലതുഭാഗത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏറ്റവും കൂടുതൽ കുറ്റവാളികളായിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും 2ാം സ്ഥാനം എറണാകുളത്തിനും മലപ്പുറത്തിനുമാണ്. കട്ടാൽ കട്ടവന്റെ കൈവെട്ടണം എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഏറെ ജീവിക്കുന്ന മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, ഇവിടെയൊക്കെ ജീവിക്കുന്ന നമ്മുടെ ആളുകളാണ്. ഇഷ്ടം പോലെ ഗൾഫ് മണി വന്നിറങ്ങുന്ന സ്ഥലങ്ങള്, അവിടെയൊക്കെ കുട്ടികൾ ധാരാളമായി കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന ന്യൂസ് ഞാൻ അവിടെയും നിൽക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് കാണാം, കുറ്റവാളികൾ പെരുകുന്നു എന്ന് ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ആകമാനം, ഇന്ത്യയിലെ ആകമാനം കണക്ക്, ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനും കുറ്റവാളികളുടെ എണ്ണം കൂടുന്നു അത്രേ. ഞാൻ അവിടെയും നിൽക്കുന്നില്ല, ഞാൻ മുന്നോട്ട് പോകുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കത്ത് സമർപ്പിക്കുന്നു. ഇത് നാട്ടിൽ എനിക്ക് കിട്ടിയ ഒരു, നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾ എഴുതി ചോദിക്കുന്ന ഒരു എഴുത്ത്. ഞാൻ ആളുടെ പേരും അഡ്രസ്സും സ്ഥലവും ഒന്നും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നമ്മുടെ മക്കൾ മാറിയത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കത്ത് നിങ്ങൾക്ക് വായിക്കാം. ഞാൻ +2 പഠിക്കുന്നു, നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. +1 പഠിക്കുമ്പോൾ ഒരു യുവാവുമായി പരിചയത്തിലായി. ഞങ്ങളുടെ ബന്ധം ഒരു പ്രേമബന്ധമായി മാറി. ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? അവൻ ശരിയല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നാൽ ഇനി അവനെ അല്ലാതെ ഞാൻ ആരെ കല്യാണം കഴിക്കും? മറ്റൊരു കല്യാണം ചതിയല്ലേ? ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഇത് ഉത്തരത്തിന് വേണ്ടി എനിക്ക് കിട്ടിയ ഒരു കത്ത്, പേരും അഡ്രസ്സും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. നമ്മുടെ കുട്ടികളുടെ മാറ്റം നിങ്ങളൊന്ന് നോക്ക്, മാറ്റം നോക്ക്. ഇത് വേറെ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയല്ല. നല്ല ഇസ്ലാഹി ബോധത്തോടു കൂടി കുടുംബത്തെ നയിക്കുകയും നമ്മുടെ ക്യാമ്പിലേക്കും ക്ലാസ്സിലേക്കും കുട്ടിയെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ ചോദിക്കുന്ന ചോദ്യം. അപ്പൊ നിങ്ങൾ ആലോചിച്ചേ, മക്കൾ എവിടെയാ മാറിയത്? നാം എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്? ഇത് ഇന്നത്തെ പ്രസന്റേഷനിൽ ഞാൻ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട മാതാക്കളും പിതാക്കളും എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്? എവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്? ഞാൻ ഈ ഒരു രൂപത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ മക്കളുടെ മാറ്റം കാണിച്ചത്. ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് കരുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ന്യൂസ്. ഒളിച്ചോടിയ കമിതാക്കൾ വിവാഹിതരായി തിരിച്ചെത്തി. കുട്ടികളുടെ മാറ്റമാണ്. 10ാം ക്ലാസ് വരെ കുവൈത്തിലും ദുബൈയിലും UAE-യിലും സൗദി അറേബ്യയിലും ഒക്കെ പഠിച്ച് പെട്ടെന്ന് നാട്ടിലേക്ക് മാറ്റപ്പെടുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന മാറ്റാണ്. ഏറ്റവും കൂടുതൽ പ്രേമബന്ധങ്ങളിൽ പെട്ടുപോകുന്നതും പ്രശ്നങ്ങളിലേക്ക് പെട്ടുപോകുന്നതും നാട്ടിലെ പ്രശ്നങ്ങളെ തിരിയാതെ ഈ കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത് പ്രവാസി ലോകത്ത് ജീവിച്ച മക്കളാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ അറിയണം, 2 രൂപത്തിലാണ് എൻ്റെ അനുഭവത്തിൽ ഈ ഗൾഫുകാരുടെ മക്കൾ പ്രശ്നമുണ്ടാക്കുക. ഒന്ന്, നാട്ടിലെ ചതിയും വഞ്ചനയും അറിയാതെ ഇതുപോലത്തെ കേസുകളിൽ പെട്ടുപോകുന്നു. 2, കുടുംബമാകുമ്പോൾ കല്യാണം കഴിക്കുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ പ്രശ്നമുണ്ടാകുന്നു. ഞാൻ അത്തരം കേസുകൾ എമ്പാടും ഈ അടുത്ത കാലത്തായി കാണുന്നു. പഠിച്ചത് ഗൾഫിലാണ്, വളർന്നത് ഗൾഫിലാണ്, ഒക്കെ ഗൾഫിലാണ്, കല്യാണം കഴിക്കുന്നു, ഭർത്താവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ.
അപ്പൊ എവിടെയാ നമുക്ക് പിഴച്ചത്? കുട്ടിക്ക് എന്തോ കൊടുക്കാൻ മറന്നുപോയോ നമ്മൾ? അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നാട്ടിൽ പോവാൻ കഴിയാതെ ഈ നാട്ടിൽ നിന്ന് മക്കളെ പോറ്റി വളർത്തിയിട്ട് അവസാനം കല്യാണം കഴിഞ്ഞ് എത്ര പേരുണ്ടെന്നറിയോ? UAE-ലൊക്കെ നിരവധി കുട്ടികൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവുമായി ഡിവോഴ്സായിട്ട് വീണ്ടും UAE-ൽ വന്ന് ബാപ്പന്റെ കൂടെ നിൽക്കുന്നു. ചിലർക്കൊക്കെ മക്കളുണ്ട്, ബാപ്പയുടെ ഭാരം കൂടുന്നു. താടി നിറച്ച് മീശ നിറച്ച് ഒരു ബാപ്പ ഈ അടുത്ത കാലത്ത് വന്ന് എൻ്റെ മുമ്പിൽ വന്ന് പറയുന്നു, ഒരു മോള് ഡൈവോഴ്സായി നിൽക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുവരട്ടെ, സാറ് സംസാരിക്കോ? ഇനിയൊരു കല്യാണത്തിന് അവൾക്ക് താല്പര്യമില്ലത്രേ. അവൾ ഉപ്പയോട് ചോദിക്കുന്നത് എങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക? ഈ അഡ്ജസ്റ്റ്മെന്റ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് ആരായിരുന്നു? നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഈ കുട്ടി നമുക്ക് ഭാവിയിൽ താങ്ങും തണലുമാകുമെന്ന് നാം കരുതിയ കുട്ടി വലിയൊരു ഭാരമായി, മീശയും താടിയും മുടിയും നരച്ചു പോയ ബാപ്പക്ക് വലിയൊരു ഭാരമായിട്ട് ഈ മോള് നിൽക്കുമ്പോൾ സമാധാനത്തോടു കൂടി ജീവിതത്തിന്റെ അവസാനങ്ങളിൽ കഴിച്ചു കൂട്ടാൻ ഈ ബാപ്പക്ക് കഴിയുമോ? ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വിടുക. അതുകൊണ്ട് നാം ഇവിടെ ജീവിക്കുന്നത് ശാശ്വതമല്ലല്ലോ, നാട്ടിൽ പോവണമെന്നും നാടണയണമെന്നും ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അവിടെ സമാധാനം കിട്ടണ്ടേ? അതിന് നമ്മുടെ കൂടെ നിൽക്കുന്ന മക്കളെ, നാട്ടിൽ നിൽക്കുന്ന മക്കളെ നമ്മൾ എന്ത് കൊടുക്കണം? ഈ ന്യൂസ് നിങ്ങൾ വായിച്ചു നോക്കൂ. എത്ര കൂളായിട്ടാണ് ആ ന്യൂസ് നമ്മുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കരുവഞ്ചാലിൽ നിന്ന് ഒളിച്ചോടിയ കമിതാക്കൾ വിവാഹിതരായി തിരിച്ചെത്തി. ഞാൻ അവസാനം അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ വായിച്ചു നോക്ക്. ആര്യ സമാജത്തിൽ വെച്ച് വിവാഹിതരായി. ഇനിയും താഴെ നിങ്ങൾക്ക് കാണാം, ഷംല എന്ന 19 വയസ്സുകാരി പെൺകുട്ടി പാർവതി എന്ന പേര് സ്വീകരിച്ചത്രേ. എത്ര ലാഘവത്തോടെയാണ്! എന്തിനാ പ്രിയപ്പെട്ടവരെ നാം ഉയിര് കൊടുത്ത് മക്കളെ പോറ്റിയത്? നമ്മൾ ചിന്തിക്കണ്ടേ? എന്തിനായി മക്കളെ പോറ്റിയത്? 19ാമത്തെ വയസ്സിൽ ബാപ്പാന്റെ മുടി നരച്ചു വരുമ്പോ, ഉമ്മാക്ക് വെള്ളിവരകൾ വീഴുമ്പോ, ഇനി ഉമ്മയും ബാപ്പയെയും എന്റെ മോള് നോക്കിക്കോളുമെന്ന് സ്വപ്നം കണ്ടിരിക്കുമ്പോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് വേറെ പേരും സ്വീകരിച്ചിട്ട് അവസാനത്തെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. തുടർന്ന് വീട്ടുകാർ നോക്കി നിൽക്കേ അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്രേ. 10 മാസം നൊന്ത് പെറ്റ് പോറ്റി വളർത്തി അവന്റെ മലവും മൂത്രവും ഛർദിയുമെല്ലാം വലം കൈകൊണ്ട് വാരി ഉറക്കമൊഴിച്ചിരുന്ന് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് കാത്തിരുന്ന് വളർത്തിയ ഉമ്മയുടെ കൺമുന്നിലൂടെ നമ്മുടെ മക്കൾ ഒന്നും നോക്കാതെ പോയെങ്കിൽ നിങ്ങൾ അറിയണം, എവിടെയോ എന്തോ കൊടുക്കുന്നതിൽ ഞാനും നിങ്ങളും പരാജയപ്പെട്ടുവോ എന്ന് കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഓർക്കണം. അപ്പൊ ഞാൻ ചില ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കത്തിലേക്ക് നമുക്ക് കിടക്കാം. എനിക്കൊരാളെ ഇഷ്ടമാണ്, ഉപ്പക്കും ഉമ്മക്കും ഇഷ്ടമല്ല. ഞാൻ കുട്ടികളുടെ മാറ്റത്തിലേക്കാണ് വരുന്നത് പ്രിയപ്പെട്ടവരെ. ഞാൻ പ്രേമമോ അല്ല സംസാരിക്കുന്നത്. എനിക്കൊരാളെ ഇഷ്ടമാണ്, ധാരാളം ഉപദേശം കേട്ട് കഴിഞ്ഞു. ബട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാ, അതുകൊണ്ട് ഇടയ്ക്കൊരു ബട്ട് വന്നത്. കുട്ടി പറയാണ്, എനിക്കത് നിർത്താൻ കഴിയില്ല, നിർത്താൻ ആഗ്രഹവുമില്ല, ഞാൻ നിർത്തൂല്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ 17-കാരി 16-കാരി പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോ ഇനി ഈ കുട്ടിയെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവൾ പറയുന്നു, കഴിയില്ല, നിർത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. തുടർന്ന് വായിക്കൂ നിങ്ങൾ. അവൻ നല്ല പ്രൊഫഷനൊക്കെയുള്ള ആളാണ്. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, ഞാനൊരു +2 വിദ്യാർത്ഥിനിയാണ്, അവൻ പ്രൊഫഷനൊക്കെ ഉള്ള ആളാണ്, ദീൻ കുറച്ച് കുറവാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടോ, ശങ്കരൻ തെങ്ങുമെന്ന് വീണ് തല പോയി, വേറൊന്നും പറ്റിയില്ല എന്ന് പണ്ടാരോ പറഞ്ഞതായി കേട്ടു. ഇതുപോലെ കുട്ടി പറയാണ്, അവനിത്തിരി ദീൻ കുറവാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾ താഴേക്ക് വായിച്ചോളൂ. എനിക്ക് മറക്കാൻ കഴിയില്ല. ആ പെൺകുട്ടിക്ക് അവനെ മറക്കാൻ കഴിയില്ല. കാരണം എന്താ ചെയ്യാ? ശാരീരികമായി ചെറിയ ബന്ധമുണ്ട്. ചെറിയ ബന്ധം, നിങ്ങളും ഭാര്യയും ഒക്കെ ആയിട്ടുള്ള പോലെ. അവൻ ചെറിയ ബന്ധമല്ലേ ഉള്ളത്? ചിന്തിച്ച് നോക്ക്, മക്കളുടെ മാറ്റം ചിന്തിച്ച് നോക്ക്. എത്ര ലാഘവത്തോടെയാണ് ഈ മക്കൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഒന്നിനും ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ, യാതൊരു ഗൗരവവും ഇല്ലാതെ, ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ മക്കളെ ആക്കി തീർത്തത് ആരാ? ഇവിടെയാണ് ഞാനും നിങ്ങളും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ടത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കത്തക്ക രൂപത്തിലേക്ക് മക്കളെ പോറ്റിയതാരാ? അവിടെയാണ് ഞാനും നിങ്ങളും ഈ വിഷയം തുടങ്ങേണ്ടത്. ഈ മാറിയ മക്കളോട് നാം രക്ഷിതാക്കൾ എന്തു ചെയ്യണം? ഇവിടെയാണ് നമ്മുടെ ചർച്ച പോവേണ്ടത്. ഈ 1 മണിക്കൂറിന്റെ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാം എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, ഏറെ മാറിക്കഴിഞ്ഞു നമ്മുടെ മക്കൾ. നമ്മൾ മാറണ്ടേ? എങ്ങോട്ടാ നമ്മൾ മാറേണ്ടത്? ഇനി നിങ്ങൾ ഓർക്കുക, മനുഷ്യൻ എന്ന ജീവിയെക്കുറിച്ച് ചിന്തിക്കുക. ലോകത്ത് മാമൽസ് എന്ന് പറയുന്ന ഒരു ജീവി വിഭാഗമുണ്ട്, വർഗമുണ്ട്, മാമൽസ്.
കുട്ടികളെ പ്രസവിച്ച് പോറ്റുന്ന, മുലയൂട്ടി വളർത്തുന്ന ജീവിവർഗത്തെയാണ് മാമൽ എന്ന് പറയാ. മനുഷ്യനൊരു മാമലാണ്. കുട്ടികളെ പെറ്റ് പോറ്റി പാല് കൊടുത്ത് വളർത്തി പോറ്റുന്ന ഒരു വിഭാഗമാണ് മനുഷ്യൻ. എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മനുഷ്യൻ കുട്ടികളെ വളർത്തുന്ന അത്ര കാലഘട്ടത്തിൽ, അത്ര കാലയളവിൽ വേറെ ഏതെങ്കിലും ഒരു ജന്തു കുട്ടികളെ വളർത്തുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കും. ഒരു മനുഷ്യന്റെ ആയുസിന്റെ ഭൂരിഭാഗവും നമ്മൾ എടുക്കുന്നത് മക്കളെ പോറ്റാനല്ലേ? വേറെ ഏതെങ്കിലും ഒരു ജന്തു പ്രസവിച്ച് കിടക്കുന്ന നമ്മുടെ വിറകുപുരയിൽ പ്രസവിച്ച പൂച്ച എത്ര ദിവസം പൂച്ചക്കുട്ടിയെ നോക്കും? അതിന്റെ കണ്ണ് കീറി അത് ഭക്ഷണം കഴിക്കാനാകുമ്പോ, അത് പൂച്ചയുടെ വാല് പിടിച്ച് കളിക്കാനാകുമ്പോ, ഒരു എലിയെ പകുതി ചത്ത എലിയെ കൊണ്ടു ചെന്നിട്ട് അത് ചാടിപ്പിടിച്ച് തിന്നാനാകുമ്പോ പൂച്ച മക്കളെ ഇട്ടേച്ച് പോകും. പിന്നെ പൂച്ചക്കുട്ടികൾ പൂച്ചയായി വളരും. യാതൊരു നൈതികതയുമില്ല, വളർത്തലുമില്ല. പൂച്ച ഫ്രീ ആണ്. നായ, നിങ്ങൾ നോക്ക്, ലോകത്തെ ഏത് മൃഗവും കുട്ടികളെ പെറ്റ് ഒരു ഇത്തിരി കാലം പോറ്റിയിട്ട് ലോകത്തിട്ടേച്ചു പോകുന്നു. ഞാനും നിങ്ങളുമോ, രക്ഷിതാക്കളോ? ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ ഭൂരിഭാഗവും എടുക്കുന്നത്, അവന്റെ യുവത്വം മുഴുവൻ കളയുന്നത് മക്കളെ പോറ്റാനാണെന്ന് ഓർമ്മ വേണം. അപ്പോ രക്ഷിതാവ്, രക്ഷാകർതൃത്വം എന്നത് എത്ര പ്രാധാന്യമുണ്ടെന്ന് ഓർത്ത് നോക്ക്. ഒരു പെണ്ണിന് 25 വയസ്സ് വരെയാണ് ആയുസ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു. ഒരു പുരുഷന്റെ ആയുസ് 30 വയസ്സാണ്. 30 വയസ്സിന് ശേഷം ഒരു പുരുഷനും 25 വയസ്സിന് ശേഷം സ്ത്രീയും പിന്നെ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയല്ല. ഈ കുവൈത്തിലെ മാറി വരുന്ന ചൂടും തണുപ്പും മലനാരണ്യവും ബോസിന്റെ ചീത്തയും കഷ്ടപ്പാടുകളും ആകെ 600 സ്ക്വയർ ഫീറ്റ് വരുന്ന നമ്മുടെ ഫ്ളാറ്റിലെ ഇടുങ്ങിയ ജീവിതവുമെല്ലാം ഞാനും നിങ്ങളും സഹിച്ചത് നമുക്ക് വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടിയാണ്. 30 വയസ്സിന് ശേഷം ഒരു പുരുഷൻ ഈ മക്കളെ പോറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവന്റെ മുടിയിൽ വെള്ളിവരകൾ വീണ് താടി നരച്ച് ആരോഗ്യം ക്ഷയിച്ച് ഇവിടുന്ന് പോകുമ്പോ നമ്മുടെ കൂടെ ആകെ ഉണ്ടാവുക ഈ 30 വയസ്സിന് ശേഷമുള്ള യുവത്വം കൊടുത്ത് ഒരു പെണ്ണും ആണും പോറ്റിയ മക്കളെയും പിടിച്ചിറങ്ങുമ്പോ നമ്മുടെ മക്കള് ശരിയാവണ്ടേ? നമ്മുടെ മക്കള് നമ്മളെ താങ്ങണ്ടേ? ഭാവിയിൽ നമ്മളെ നോക്കണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഈ തെറ്റ് നമുക്ക് പറ്റിയാൽ ഈ ജീവിതത്തിനൊരു അർത്ഥമുണ്ടോ? നിങ്ങൾ ചിന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങ് പരലോകത്തെത്തുമ്പോ ഒരു മനുഷ്യൻ റബ്ബ് സുബ്ഹാനഹു തആല അദ്ദേഹത്തോട് പറയുന്ന നന്മകളൊക്കെ കേട്ടിട്ട് തരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. നബി പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ ചോദിക്കുമത്രേ, ആ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുമത്രേ, എന്താ റബ്ബേ ഇതൊന്നും ഞാൻ ചെയ്തതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യനോട് റബ്ബ് സുബ്ഹാനഹു തആല പറയുമത്രേ, നിനക്ക് മക്കളില്ലായിരുന്നോടോ നാട്ടിൽ? നീ മരിച്ചു പോകുമ്പോ ഉണ്ടായിരുന്നു. ആ മക്കൾക്ക് നന്മയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ദീൻ കൊടുത്തിരുന്നു. അവര് പ്രാർത്ഥിച്ചാണ് നിനക്ക് ഈ കാണുന്ന ദറജ ഉയർന്നത്, നീ ഈ കാണുന്ന നന്മകൾക്ക് ഉടമയായത് എന്ന് പറയുമ്പോ സന്തോഷത്തോടെ കണ്ണും നിറച്ച് സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ കഥ സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഞാനും നിങ്ങളും എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചോ? ഞാൻ ഇപ്പം കാണിച്ചതായിരിക്കുമോ നമ്മുടെ മക്കൾ ഭാവിയിൽ എഴുതി തരിക? എങ്കിൽ എന്തിനാണ് നമ്മൾ നമ്മുടെ യുവത്വം ചെലവാക്കി മക്കളെ പോറ്റിയത്? നിങ്ങൾ ചിന്തിക്കണം. പെണ്ണുങ്ങളും ചിന്തിക്കണം. എന്തൊരു കഷ്ടപ്പാടാ പ്രിയപ്പെട്ടവരെ. രാവിലെ അടുക്കളയ്ക്ക് കയറിയ വൈകുന്നേരം വരെ പണി. ആർക്കാ ഈ വെച്ച് വിളമ്പുന്നത്? എന്തിനാ നമ്മൾ ഈ കഷ്ടപ്പെട്ടത്? എത്ര ബുദ്ധിമുട്ടുന്നു. ആർക്ക് വേണ്ടി? ഭാവി ഉപകാരപ്പെടേണ്ടേ? അവിടെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ വരേണ്ടത്. നാം എന്ത് ചെയ്യണം എന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ബോർഡിൽ കാണാം, ഞാൻ ഒരു ബന്ധമുണ്ടാക്കി വെച്ചത്. കൃത്യമാണ് ആ ബന്ധം. മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? വളരെ സിമ്പിളാ. എത്ര വർഷം വളർത്തും? ഒരു 20 വയസ്സ് വരെ, 19 വയസ്സ് വരെ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. എന്നിട്ടോ ഇനി നിങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ടൊരു ഏരോ മാർക്ക് കാണാം, ഒരു വളഞ്ഞ ഏരോ മാർക്ക്. ആ മക്കൾ മാതാപിതാക്കളെ നോക്കുന്നു അല്ലേ? ഈ ഒരു ബന്ധമല്ലേ മക്കളെ പോറ്റുന്നതിൽ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിൽ വെക്കുന്നത്? ഞാൻ എൻ്റെ മക്കളെ പോറ്റുന്നു, എന്നിട്ടോ മക്കള് വളർന്നു വലുതാകുന്നു. ആ മക്കള് ഭാവിയിൽ എന്നെ പോറ്റണം വേണ്ടേ? ലോകത്തൊരു ജനവിഭാഗവും ഇങ്ങനെ ചിന്തിക്കുന്നില്ല. ഒരു അമേരിക്കയിലെ ഭാര്യയും ഭർത്താവും മക്കളുണ്ടാകുമ്പോ ആ മക്കൾ എന്നെ നോക്കുമെന്ന് ചിന്തിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മനുഷ്യനിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. മുസ്ലിമീങ്ങൾ ചിന്തിക്കുന്നു,
കേരളീയർ ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ പോറ്റുന്നത് എന്തിനാ ചോദിച്ചാൽ ഈ ലോകത്തിന് സംഭാവന ചെയ്യാനൊന്നുമല്ല, അതിനു കൂടിയാണ്. അതിൻ്റെ കൂടെയോ എനിക്ക് വയസ്സാകുമ്പോൾ അവൻ എൻ്റെ താങ്ങാവണം, എൻ്റെ പ്രിയപ്പെട്ട മകൻ എൻ്റെ വലതു സൈഡിൽ നിന്ന് എന്നെ താങ്ങാവണം, എൻ്റെ പ്രിയപ്പെട്ട മകൾ എൻ്റെ താങ്ങാവണം. നിങ്ങൾ നോക്ക്, ഇതല്ലേ ഏതൊരു മനുഷ്യന്റെയും ഒരു കേരളീയന്റെയും ശരാശരിക്കാരന്റെ ആഗ്രഹം അല്ലേ? എന്നാ യൂറോപ്യൻ ഇത് ചിന്തിക്കുന്നുണ്ടോ? ഒരു യൂറോപ്യനും ചിന്തിക്കുന്നില്ല തന്റെ മകൾ വലുതാകുമ്പോൾ തന്നെ നോക്കണമെന്ന്. അതുകൊണ്ട് അവര് കുട്ടിയെ കൃഷി കൊണ്ടുപോയിടുന്നു, വളരെ ചെറുപ്പത്തിൽ നഴ്സറിയിൽ ചേർത്തുന്നു. മക്കൾക്ക് പാല് കൊടുക്കാൻ അവർ തയ്യാറല്ല. തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നോർത്ത് പാല് കൊടുക്കാൻ തയ്യാറാവാത്ത അമ്മമാരുണ്ട് യൂറോപ്യൻ നാടുകളിൽ. അവർ തയ്യാറല്ല. അവർ പറയുന്നു, എന്റെ സൗന്ദര്യം പണയം വെക്കാൻ ഞാൻ തയ്യാറല്ല, മക്കൾ എങ്ങനെങ്കിലും വളരട്ടെ. കൃഷി കൊണ്ടുപോയിടുന്നു. അവിടെ അമ്മയുടെ ചൂട് കിട്ടാതെ, സ്നേഹം കിട്ടാതെ മക്കൾ വളരുന്നു. ആ അമ്മ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഈ മക്കൾ എന്നെ നോക്കണമെന്ന്. ആ അമ്മക്ക് നിരാശയില്ല. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണോ നമ്മൾ മാതൃകയാക്കേണ്ടത്? കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ നമ്മൾ ഒരു ഭാഗത്ത് വളർന്നു വരുന്ന കൃഷികളെ കുറിച്ച് നാം മൗനം പാലിക്കുന്നു. ശരിയാണോ ഇത്? എന്തുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ വളരുന്നത്? എന്റെ പൊന്നുമോൻ ഞാൻ വയസ്സാകുമ്പോ തുപ്പിയാൽ ദൂരം പോവാത്തപ്പോ എന്റെ പൊന്നുമോൻ എന്റെ കൈകൾ പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എവിടെയാ പ്രിയപ്പെട്ടവരെ വൃദ്ധസദനത്തിന്റെ സ്കോപ്പ് കിടക്കുന്നത്? അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ കൊടുത്തതാണ്, വലുതാകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടിയത്. നിങ്ങൾ ഒന്നാമത്തെ ബന്ധത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് സ്നേഹം കൊടുത്തോ എങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കണ്ടോ, ഭാവിയിൽ അവൻ സ്നേഹം തിരിച്ചു തരും. നിങ്ങൾ വിദ്വേഷമാണോ കൊടുത്തത്? പ്രശ്നമാണോ ഉണ്ടാക്കിയത്? ആത്മവിശ്വാസം നശിപ്പിച്ചോ നിങ്ങളുടെ മക്കളുടെ? എങ്കിൽ തിരിച്ചു കിട്ടും നിങ്ങൾക്കത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യരുത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ അതാ. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യരുത്. അപ്പൊ നമ്മൾ വിതയ്ക്കണം, നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നന്മയുടെ വിത്ത് വിതയ്ക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാവിയിലോ കുട്ടി നമ്മളെ പോറ്റും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മാതാപിതാക്കള് മക്കൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. നിസ്കാരത്തിന്റെ സമയത്ത് സുബൈക്ക് അവനെ വിളിച്ചു, അവന് മഗ്‌രിബിനും അസറിനും ഇശാക്കും ഒക്കെ അവനെ പറഞ്ഞയച്ചു, നിസ്കരിക്കാൻ പഠിപ്പിച്ചു. എന്ത് നല്ല മക്കൾ! വയസ്സായിട്ട് ബാപ്പ കിടക്കുമ്പോഴോ ബാപ്പന്റെ ഓർമ്മ മങ്ങി തുടങ്ങുമ്പോ ഈ മകൻ വളരെ പതുക്കെ അടുത്ത് വന്നിട്ട് ബാപ്പാനെ തട്ടിയിട്ട് പറയും, ബാപ്പ നിസ്കരിക്കാൻ സമയം കിട്ടോ, നിസ്കരിച്ചോളൂ, ഞാൻ ഓതിത്തരാ. ബാപ്പക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓതിത്തരാ. നാം മക്കൾക്ക് നിസ്കാരം കൊടുത്തത് കൊണ്ട് അത് 10 മടങ്ങായിട്ട് മക്കൾ തിരിച്ചു തന്നോ നിങ്ങൾക്ക്? നോക്ക്, ICUവിൽ കിടക്കുമ്പോ ICUവിന്റെ ഡോറിൽ നിൽക്കുന്ന നഴ്സിനോട് പെർമിഷൻ വാങ്ങിയിട്ട് മോൻ കയറുക. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കോഴിക്കോട് ഞാൻ കണ്ടിട്ടുണ്ട്. മോൻ കയറുക, എന്റെ ഉമ്മ അതിന്റെ അകത്ത് കിടക്കാണ്, എനിക്ക് കയറണം. അപ്പൊ നഴ്സ് ചോദിക്കുക, അപ്പൊ കയറാൻ പറ്റൂല, കയറിയേ പറ്റുള്ളൂ, എന്റെ ഉമ്മക്ക് നിസ്കരിക്കണം. നോക്കൂ നിങ്ങൾ, ഈ ഉമ്മ ICUവിൽ കിടക്കുന്നതിന് മുമ്പ് മകന്റെ മനസ്സിൽ എന്താ വിതച്ചത്? ആ ഉമ്മ എന്താ കൊയ്യുന്നത്? ആ നഴ്സിനോട് വാഗ്വാദമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, ഡോക്ടറെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷനും വാങ്ങി ICUവിൽ കയറിയിട്ട് ആ ഉമ്മന്റെ കൈ പിടിച്ച് ബെഡിലടിച്ച് ഉമ്മക്ക് ഒന്നെടുത്ത് കൊടുത്തിട്ട് ഉമ്മാന്റെ കൈ രണ്ടും പിടിച്ച് നെഞ്ചത്ത് കെട്ടിയിട്ട് ഉമ്മാന്റെ ചെവിന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഓതി കൊടുക്കാൻ, മോന് നിസ്കരിക്കുമ്പോ കൈ കെട്ടിയിട്ടോ, ഇതാ ഞാൻ ഓതിത്തടാ എന്ന് പറഞ്ഞിട്ട് ഓതിക്കൊടുക്കുന്ന ആ പൊന്നു മകനെ ആരാ വളർത്തിയത് എന്ന് ഓർക്കണം. അവിടെയാണ് ഞാൻ ഇപ്പൊ കാണിച്ചെന്ന ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ ഒരു പാഠമാവേണ്ടത്. നാം എന്താണോ മക്കൾക്ക് കൊടുത്തത്, രക്ഷിതാക്കളെ, ഉടുത്ത മുണ്ടും മക്കളും ഒരുപോലെയാണ് എന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. ഉടുത്ത മുണ്ടും മക്കളും ഒരുപോലെയാണ്. രണ്ടും അഴിഞ്ഞു പോകുന്നതിന് മുമ്പേ പിടിക്കണം. പിന്നെ പിടിച്ചിട്ട് കാര്യമില്ല. എന്റെ മുണ്ടണ്ട അഴിഞ്ഞു പോയിട്ട് പിന്നെ പിടിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങാടി നിൽക്കുമ്പോൾ മുണ്ടണ്ട അഴിഞ്ഞു പോയി, പിന്നെ ഞാൻ എടുത്തിട്ട് കാര്യമുണ്ടോ? പിറ്റേ ദിവസം മുണ്ടൊക്കെ എടുത്തുമ്പോൾ ആൾക്കാർ പറയുമ്പോൾ ഉടുക്കാണ്ട് നമ്മൾ കണ്ടതാണ് അല്ലേ? കാര്യമുണ്ടോ? മുണ്ട് അഴിയുന്നതിന് മുമ്പേ പിടിക്കണം, ആ പിടുത്തം കിട്ടണം. മക്കളോ അഴിയുന്നതിന് മുമ്പേ പിടിക്കണം, പിന്നെ കിട്ടൂല, അഴിഞ്ഞു കഴിഞ്ഞിട്ട് കിട്ടൂല. എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, നിങ്ങളോട് സംസാരിക്കും, ഹാരിസ് ബിൻ സലീം. ഹാരിസ്ക്ക് എപ്പോഴും എന്നോട് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഹാരിസ്ക്ക് ഇങ്ങോട്ട് അയക്കുകയും ഞാൻ അങ്ങോട്ട് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹാരിസ്ക്ക് എപ്പോഴും എന്നോ പറയും, ജൗഹറെ അവസാനം കൊണ്ടുവരും നമ്മുടെ അടുത്തേക്ക്.
പ്രേമൊക്കെ കഴിഞ്ഞ് ഒരു 2 ദിവസം റൂമൊക്കെ എടുത്ത് താമസിച്ചതിന് ശേഷം കൊണ്ടുവരും. സാറെ കൗൺസിലിംഗ് വേണം, ഇതിന് പ്രേമുണ്ട് പൊളിക്കാൻ. അപ്പൊ ആരിസ്ക്ക് എന്നോട് പറയും, ഇത് വെറുതെ ഇരിക്കാണ്, നീ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താ, അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, എല്ലാ തെറ്റിലേക്കും പോയി. ഇനി എന്താ അവരെ കൊണ്ടുവന്നിട്ട് കാര്യം? എപ്പോഴാണ് അത് പിടിക്കേണ്ടിയിരുന്നത്? മുണ്ടഴിഞ്ഞു പോയി, ഇനി എന്തിനാ നമ്മൾ അത് കൊടുക്കുന്നത്? ഞാനൊരു ഉമ്മയോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് അവളെ 2 or 3 പ്രാവശ്യം അവന്റെ കൂടെ പോയി ശയിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇനി അവളെ വേണമെന്ന് പറഞ്ഞാൽ എന്തിനാ അവളെ? നമ്മൾ ചിന്തിക്കണം. അപ്പൊ അഴിഞ്ഞു പോകുന്നതിന് മുമ്പ് പിടിച്ചോ നിങ്ങൾ മക്കളെ, എങ്കിൽ ആ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സ്പോഞ്ച് വെള്ളത്തിൽ മുക്കുന്ന പോലെ മക്കൾ, സ്പോഞ്ച് വെള്ളത്തിൽ മുക്കുന്ന പോലെ മുക്കിയെടുത്താൽ പിന്നെ പിഴിയുമ്പോ നിങ്ങൾ എന്താ മുക്കിയത് അതാ പുറത്തേക്ക് വരിക. നിങ്ങൾ കക്കൂസിലെ വെള്ളത്തിലാണോ ആ സാധനം പിഴിഞ്ഞത്, സ്പോഞ്ച് മുക്കിയത്? എങ്കിൽ നിങ്ങൾ പിഴിയുമ്പം കിട്ടിയ കക്കൂസിലെ വെള്ളല്ലേ? നിങ്ങൾ ശുദ്ധജലത്തിലാണോ മുക്കിയത്? നിങ്ങൾ പനീരിലാണോ മുക്കിയത്? എങ്കിൽ ആ സ്പോഞ്ച് പിഴിയുമ്പം പനീര് പുറത്തേക്ക് വരും, മക്കൾക്ക് കൊടുത്തത് പുറത്തേക്ക് വരും. അപ്പൊ ആരാ മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്? അപ്പൊ നിങ്ങൾ ഈ മക്കളുടെ ബന്ധം നോക്കൂ. വളർത്തുന്നിടത്ത് നന്മ കൊടുത്തോ നന്മ തിരിച്ചു കിട്ടും, സ്നേഹം കൊടുത്തോ സ്നേഹം തിരിച്ചു കിട്ടും, മതം കൊടുത്തോ മതം തിരിച്ചു കിട്ടും, നിസ്കാരം പഠിപ്പിച്ചോ നിസ്കാരം തിരിച്ചു കിട്ടും. എന്ത് രസമുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് രസമുണ്ട്. അല്ലാതെ ICUവിൽ കിടക്കുന്ന അമ്മനെയും പാപ്പനെയും തിരിഞ്ഞു നോക്കാത്ത മക്കൾ എത്ര പേരുണ്ട്? നിങ്ങൾ ചിന്തിക്കും. കോഴിക്കോട് മിംസ് എന്ന് പറയുന്ന ആശുപത്രിയുണ്ട്. ഞാനൊരു കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശം ജീവിക്കുന്ന ആളായതുകൊണ്ടാണ് കോഴിക്കോട് ഉദാഹരണം പറയുന്നത്. മിംസ് ആശുപത്രി എന്ന ആശുപത്രി, മിംസ് ആശുപത്രിയുടെ ICUവിൽ ഒരു ഉമ്മ, ഒരു 10-66 വയസ്സ് കാണും ഉമ്മക്ക്. ഉമ്മ അസുഖം ബാധിച്ച് അത്യാസന്ന നിലയിൽ കിടക്കുന്നു. ഉമ്മന്റെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നത് ഒരു 70 വയസ്സിന് 75 വയസ്സോളമുള്ള ഉമ്മയുടെ ഭർത്താവ്, ബാപ്പ വിറയ്ക്കുന്ന കൈകളും അത്ര ആരോഗ്യമില്ലാത്ത കാലുകളുമായി ലിഫ്റ്റിൽ വന്നിട്ട് ആ കസേരയിലിരിക്കുക. അകത്ത് ഭാര്യ കിടക്കുന്നു. ലോകത്തെ ഏതൊരു മനുഷ്യന്റെയും പ്രാർത്ഥന, ആണിന്റെ പ്രാർത്ഥന, ഭാര്യ മരിച്ച് എന്നെ നീ മരിപ്പിക്കല്ലേ റബ്ബേ എന്ന്. ഏതാണിന്റെയും പ്രാർത്ഥന അത് മനസ്സിലാവില്ലായിരിക്കും. നിന്റെ ഭാര്യ മരിച്ചിട്ട് നീ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ, ആദ്യം എന്നെ നീ മരിപ്പിക്കണം, എന്നിട്ട് എന്റെ ഭാര്യയെ കൊണ്ടുപോയാൽ മതി. ഒരു ഭാര്യ മരിച്ച് വയസ്സാം കാലത്ത് ഭർത്താവ് ഒറ്റക്കായ ഒരു മക്കൾക്ക് നോക്കാൻ കഴിയില്ല. നമ്മനെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഏറ്റവും ചെലവ് കുറഞ്ഞ വേലക്കാരിയാണ് ഉമ്മ. ഞാൻ അത് പറയുമ്പോൾ ചിലപ്പോൾ വലിയ പ്രശ്നമാവില്ലേ? ഏറ്റവും ചെലവ് കുറഞ്ഞ, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും തോല് പൊളിക്കാനോ, ചെമ്മീൻ കൊണ്ടുവന്നാൽ തോല് പൊളിക്കാനോ, ചക്കക്കുരു തോല് പൊളിക്കാനോ, വെളുത്തുള്ളി തോല് പൊളിക്കാനോ ഒക്കെ പറ്റും ഉമ്മനെ. ബാപ്പനെന്തിനാ പറ്റുക? ബാപ്പ പുറത്തേക്ക് ഇറക്കണ്ട പറഞ്ഞാൽ മൂപ്പര് പുറത്തേക്ക് പോകും, നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് പുരുഷനും എന്താ കരുതുക, എന്റെ ഭാര്യക്ക് നീ ദീർഘായുസ് കൊടുക്കണം, ഞാൻ മരിച്ചിട്ട് അവള് മരിക്കാവും. അത് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്ന. ഈ ബാപ്പ പുറത്തിരിക്കുക, സർവ്വ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി നേഴ്സ് വന്ന് പറഞ്ഞു, ഇത്തിരി അധികമാണ് നിങ്ങളുടെ ഭാര്യക്ക്, നിങ്ങളെ കാണണമെന്ന് പറയുന്നു ഭാര്യ. ബാപ്പ പേടിച്ച് ICUവിലേക്ക് കയറി, തണുത്ത ICUവിലേക്ക് ബാപ്പ കയറുക. ഉമ്മ ബാപ്പനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവസാനമായി തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. ആ ഉമ്മ തന്റെ കൈയെടുത്ത്, വിറയ്ക്കുന്ന കൈയെടുത്ത് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞു പോവാണ്, യാത്ര പറയുന്നു പ്രിയതമ. മക്കളെ സമ്മാനിച്ച് ഒരുപാട് കാലം ഈ ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഭാര്യ യാത്ര പറയുന്നു. ഭർത്താവിന്റെ കയ്യിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഈ ഭാര്യ പറയാണ് ഭർത്താവിനോട്, മക്കൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുത്തതാണ് ഞാനും നിങ്ങളും ചെയ്ത തെറ്റ് അല്ലേ? മരിക്കാൻ നേരത്ത് ഉമ്മന്റെ വാക്കാ പാപ്പയോട്, മക്കളെ പഠിപ്പിച്ചതാണ് നമ്മൾ ചെയ്ത തെറ്റ് ഇല്ലേ? അങ്ങനെ ഒരു തെറ്റ് നമ്മൾ ചെയ്തു പോയി. ഇനി ബാപ്പ എന്ത് ചെയ്യും? ഉമ്മക്ക് ആദിയാണ്. ആ മരിക്കാൻ മരണാസന്നയായി കിടക്കുമ്പോ ഉമ്മക്ക് ആദിയാണ്. കുറച്ചു നേരത്തിന് ശേഷം ഉമ്മ മരിച്ചുപോയി. നമുക്ക് ഈ ഉമ്മനൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. എന്താ ഈ ഉമ്മന്റെ മക്കൾക്ക് പ്രശ്നം? 3 മക്കൾ. നിങ്ങൾ ആലോചിക്കണം, 3 മക്കൾ. ബാപ്പ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർഡ് ചെയ്ത ബാപ്പയാ. ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർഡ് ചെയ്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ വെളിച്ചം പകർന്ന ബാപ്പ. ഈ ബാപ്പ റിട്ടയർഡൊക്കെ ചെയ്ത് ജീവിക്കുക. ഉമ്മ പണ്ട് കാലത്ത് ജീവിച്ച ഉമ്മയാണ്. എന്നിട്ടും ഉമ്മ ഒരു ടീച്ചറാണ്, പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ്, റിട്ടയർഡ് ചെയ്തതാണ്. ഇതാണ് ഉമ്മ. ഈ ഉമ്മക്കും ബാപ്പക്കും 3 മക്കൾ. മൂത്തവൻ നന്നായി പഠിക്കുന്ന കുട്ടി. ബാപ്പ പഠിപ്പിച്ചു മോനെ, എല്ലാം മറന്ന് പഠിപ്പിച്ചു. പഠിച്ച് അവൻ ഡോക്ടറായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ആ ഡോക്ടറായിട്ട് നിങ്ങൾ ചിന്തിക്ക്, ഇവൻ എന്താ ചെയ്ത്? ഇവൻ ഡോക്ടറായി MD എടുത്ത് ഒരു ഡോക്ടർ പെണ്ണിനെയും കെട്ടി
ദൂരെ ഏതോ രാജ്യത്ത് ജോലി ചെയ്യുന്നു, അവനും മക്കളും ഭാര്യയും അവിടെ ജീവിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ഹായ് എന്ന് പറയാൻ മാത്രം അവൻ്റെ പേരക്കുട്ടികൾ അവരുടെ മുമ്പിലേക്ക് വരുന്നു. ഈ ബാപ്പനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. രണ്ടാമത്തത് മോളാണ്. മോൾ എഞ്ചിനീയറിങ്ങിനാണ് പഠിച്ചത്. അതങ്ങനെയാണല്ലോ, പെൺകുട്ടികൾക്കൊക്കെ എഞ്ചിനീയറിംഗ് ആണല്ലോ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാണ്ട് സീറ്റ്. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിച്ചു, എന്നിട്ടോ അവൾക്ക് ജോലിയൊന്നുമില്ല. പക്ഷെ എഞ്ചിനീയർ ആയ ഒരു ഭർത്താവിനെ കിട്ടി. അയാളുടെ ഭർത്താവിൻ്റെ കൂടെ ദുബായിലോ സൗദി അറേബ്യയിലോ ഉള്ള രാജ്യത്ത് അവളും സുഖമായി കഴിയുന്നു. ഉമ്മ ബാപ്പ നാട്ടിൽ കഴിയുന്നു. ചെറിയ മകനും എഞ്ചിനീയറാണ്, അവനും ദൂരെ എവിടെയോ ജോലി ചെയ്യുന്നു. 3 പേരും നാട്ടിലില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഈ ജോലി ഒഴിവാക്കി നാട്ടിൽ പോയി നിൽക്കണോ? അല്ലേ? നിങ്ങൾ അതാണോ പറയണത്? ഞാനിത് എവിടെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ഞങ്ങളൊക്കെ ഒഴിവാക്കി പോകണം എന്നാണോ? ആണ്. ബാപ്പയും ഒറ്റക്കാണെങ്കിൽ ഒഴിവാക്കി പോകണം തന്നെ പറയണേ. എന്താ അതിനപ്പുറത്തേക്ക് പറയാൻ വേറെ? ആര് നോക്കും നിങ്ങളെ ബാപ്പനെയും? അവിടെ നോക്കാൻ ആളുണ്ടെങ്കിൽ ഓക്കെ. അപ്പോ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ ഉമ്മയും ബാപ്പയും പറയുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം, കോഴിക്കോടിനടുത്തുള്ള വലിയൊരു കൊട്ടാര സദൃശ്യമായ വീട്ടിലാണ് ഉമ്മയും ബാപ്പയും ജീവിക്കുന്നത്. മുറ്റത്ത് പോർച്ചിൽ കാറ് കിടക്കുന്നു. ഈ കാറിലൊരു ഡ്രൈവർ ഉണ്ട്. ആ ഡ്രൈവർ തന്നെയാണ് സാധനം വാങ്ങിക്കൊണ്ടുവരാനും പുറത്തെ പണിയൊക്കെ എടുക്കാനും ഒക്കെ. അകത്ത് അടുക്കളയിൽ ഒരു വേലക്കാരിയുണ്ട്. ഉമ്മനെയും ബാപ്പനെയും നോക്കാൻ ഒരു ഹോം നേഴ്സ് ഉണ്ട്. ഇത്രയും വലിയ സൗകര്യം വേറെ ഏത് ബാപ്പക്കും ഉമ്മക്കാ കിട്ടുക? കണ്ടോ? ഒരു പൈസയും ബാപ്പ ചെലവാക്കണ്ട, ഉമ്മ ചെലവാക്കണ്ട, എല്ലാം മക്കള് പേ ചെയ്തോളൂ. ഇന്റർനെറ്റ് ബാങ്കിങ് എന്ത് സുഖാന്നറിയോ? ഇനി ബാപ്പാക്കോ ഉമ്മക്കോ രോഗമുണ്ടെങ്കിലോ പേടിക്കേണ്ട, ആ കാറിൽ കയറി ഇരുന്നാൽ മതി. ഉമ്മയും ബാപ്പയെയും മിംസ് ആശുപത്രി കൊണ്ടുപോകും, ഡോക്ടർമാർ ചികിത്സിക്കും, അഡ്മിറ്റ് വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യും. പൈസക്ക് പേടിക്കേണ്ട, നെറ്റ് ബാങ്കിങ് വഴി മിംസാർക്ക് കൊടുക്കും. മിംസാർക്കും സൗകര്യ, എണ്ണണ്ടല്ലോ. കണ്ടോ എന്ത് എളുപ്പം? നിങ്ങൾ പറ, ഇതാണോ വൃദ്ധരാകുമ്പോൾ നിങ്ങൾ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നത്? ഈ ഉമ്മ പറയാ, മക്കളെ പഠിപ്പിച്ചത് വലിയ അബദ്ധമായില്ലേ? ആണോ? അല്ല. എന്തേ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് കൂടി വരാത്തത്? എല്ലാറ്റിനും A+ കിട്ടണം എന്ന് കരുതി മക്കളെ പഠിപ്പിക്കുന്ന ഈ കുവൈത്തിലെ സ്കൂളിൽ പഠിക്കുന്ന പരീക്ഷയോട് പരീക്ഷ, എന്നും പരീക്ഷ, പരീക്ഷ കഴിഞ്ഞിട്ട് തല ഉയർത്താൻ സമയമില്ലാത്ത നമ്മുടെ മക്കൾ വളർന്ന് വലുതാകുമ്പോ, നാളെ ഞാനും നിങ്ങളൊക്കെ വയസ്സാകുമ്പോ നമ്മളെ നോക്കാൻ നേരം ഉണ്ടാവൂ? നമ്മുടെ മക്കളൊക്കെ എന്തൊരു തിരക്കാ, പാപ്പനേക്കാളും തിരക്കാ മക്കൾക്ക്. ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ അവൻ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യണം. എത്ര എക്സാമിനേഷനാ! എന്നിട്ടോ ഒരു വിഷയത്തിന് ഇത്തിരി മാർക്ക് കുറഞ്ഞാൽ 80% അത് 90 ആക്കാനുള്ള ബദ്ധപ്പാട്. അവന്റെ ഒഴിവുള്ള സമയത്ത് മുഴുവൻ ട്യൂഷൻ. അനങ്ങാൻ സമ്മതിക്കണില്ലേ മക്കളെ? സ്ട്രെസ്സും സ്ട്രെയിനുമായി മക്കളെ മുന്നോട്ട് പോകുമ്പോ എവിടെയാ അവർ ഉമ്മയെ കുറിച്ച് ചിന്തിക്കുക? എവിടെയാ അവർ നന്മ പഠിക്കുക? എവിടെയാണ് നമ്മുടെ മക്കൾ നമ്മളെ നോക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരാ തിരക്ക് പഠിപ്പിച്ചത് നമ്മുടെ മക്കളെ? ബാപ്പയേക്കാളും വലിയ തിരക്കാ മക്കൾക്ക്. ഈ ബാപ്പക്ക് ഒഴിവുണ്ടെങ്കിലും മക്കൾ പറയും പോകാൻ പറ്റൂല, എനിക്ക് ഒഴിവില്ല. അല്ലേ? ഉണ്ടോ നിങ്ങളെ മക്കൾക്ക്? നിങ്ങളുടെ മുഖത്ത് നോക്കാൻ ഒഴിവുണ്ടോ? അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഉമ്മൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്ന് നോക്കാൻ സമയമുണ്ടോ? ഇല്ല. കുട്ടിക്ക് എക്സാമാ. എത്ര എക്സാമാ? 6, 8, 10 പരീക്ഷ. പരീക്ഷ, പെരും പരീക്ഷ. എന്നിട്ട് ഈ കുട്ടി അവസാനം 10ാം ക്ലാസ് കഴിയുമ്പം സ്വാതന്ത്ര്യമുള്ള ഒരു ലോകത്തേക്ക് കൊണ്ടുപോയിട്ട് +1 ചേർത്തും. എന്നിട്ട് ബാപ്പക്കണ്ട് തിരിച്ചു വരും. അല്ലേ? കുട്ടിക്കണ്ട് കിട്ടും സ്വർഗത്തിലെത്തിയ പരീക്ഷ ഇല്ലാത്തൊരു ലോകം. അവിടെ കാണുന്ന എന്തും കുട്ടിക്ക് പ്രിയപ്പെട്ടത് ഈ കുട്ടി തെറ്റിലേക്ക് കണ്ടു പോകും. എന്നിട്ട് പിന്നെ ബാപ്പ കുവൈത്തിൽ നിന്ന് 15 ദിവസത്തെ ലീവിന് വന്നാണ്ട് കൗൺസിലിംഗ്. ഇതാ മോളാണ്, ഇത് പ്രശ്നമാണ്, അത് കൊടുക്കേണ്ടേ കൊടുത്തോ? ഞാൻ എന്താ പറഞ്ഞേ? ഈ കുട്ടി സർവ്വ സ്വാതന്ത്ര്യം അനുഭവിക്കുക. കുട്ടിക്ക് അങ്ങോട്ട് ഇഷ്ടമായി പോയി കേരളം. കാരണം എന്താ? അവിടെ പരീക്ഷ കുറവാ. ഇനി ഉണ്ടെങ്കിൽ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, തോറ്റാ പിന്നെ എഴുതാ. ഇവിടെ കുട്ടിക്കൊരു ഒഴിവുണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്ക് മക്കളോട്, നാട്ടിലാണോ കുവൈത്തിലാണോ ഇഷ്ടം? മക്കൾ പറയും നാട്ടിലാണ്. നാട്ടിലൊന്ന് പഠിപ്പിച്ചു അല്ലേ? അപ്പൊ ഇതാണോ മക്കളെ വളർത്തൽ? നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഈ ഒരു ലോകത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയതാണ്. അപ്പൊ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് എന്റെ സമയം കളയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇനി നിങ്ങൾ നോക്ക്, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ജീവിതത്തിന്റെ ഘട്ടമറിയണം. മക്കളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ജീവിതത്തിന്റെ ഘട്ടമറിയണം. ഒന്നാമത്തെ ഘട്ടം ശൈശവം. 2 വയസ്സ് മുതൽ 2 വയസ്സ് വരെ, ജനിച്ച് 2 വയസ്സ് വരെ ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തത് ബാല്യം, 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. മൂന്നാമത്തത് കൗമാരം, 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ. കഴിഞ്ഞു മക്കൾ കഴിഞ്ഞു. ഞാനത് ചുവന്ന കളറിൽ എഴുതി വെച്ചിരുന്നു. മൂന്നാമത്തത് യൗവനം, അത് കുട്ടിയല്ല. ഇനി ഞാൻ നേരത്തെ ഏരോ മാർക്ക് ഇട്ടതാ കണ്ടാ? ആദ്യത്തെ 3 ഘട്ടം ഏരോ മാർക്ക് അങ്ങട്ടാ, നിങ്ങൾക്ക് കാണാം. കണ്ടല്ലോ? അവസാനത്തെ 2 ഘട്ടം ഏരോ മാർക്ക് ഇങ്ങട്ടാ.
അപ്പൊ ആദ്യത്തെ 3 ഘട്ടം കഴിഞ്ഞാൽ പിന്നെ കുട്ടി എന്താ ചെയ്യേണ്ടത്? അവൻ തിരിച്ചിങ്ങോട്ട് ഏരോമാർക്ക് അവൻ നമ്മളെ നോക്കണം അല്ലേ? അപ്പൊ ആദ്യത്തെ 3 ഘട്ടത്തിൽ നിങ്ങൾ സ്പോഞ്ച് എന്തിലാ മുക്കിയത്? തിരക്ക് പിടിച്ച എക്സാം ഷെഡ്യൂൾ ഉള്ള ജീവിതത്തിലോ അവനൊന്ന് സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് അവൻ എന്തെങ്കിലും ഒന്ന് വായിൽ കുത്തിത്തിരുകി അവന്റെ മുഖം വെറ്റ് ടിഷ്യൂ കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് അടുത്ത ട്യൂഷൻ ക്ലാസ്സിന്റെ ബസ് കയറ്റി വിട്ടു. ബാക്കി ഒരു ദിവസം മദ്രസ. ഈ കുട്ടി എപ്പോഴും അമ്മനെ കാണല്, എപ്പോഴാ വാപ്പനെ കാണല് അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ കുട്ടിക്ക് കൊടുത്ത്? നിങ്ങൾ ചിന്തിക്ക്. ഇതിനിടയ്ക്ക് കൊടുക്കേണ്ടത് കിട്ടിയോ? കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് കുട്ടിയിൽ വളർന്നോ? ഇല്ല. കുട്ടി ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ, നമ്മളോ അതിലും വലിയ ടൈറ്റ് ഷെഡ്യൂൾ. എന്നിട്ടോ അവസാനം എല്ലാം കൂടി എന്താവും? സ്പീഡ് വല്ലാതെ കൂടിയ ഇടിച്ച് തകരും. നിങ്ങൾക്ക് അറിയാലോ, നാട്ടിലെ വണ്ടി കുത്തിയാൽ ചതുങ്ങുള്ളൂ, ഇവിടുത്തെ വണ്ടി കുത്തിയാൽ മയ്യത്തിർക്കണം. സ്പീഡ് കൂടിയുണ്ടാ ജീവിതത്തിന് വല്ലാതെ സ്പീഡ് കൂടിയ ഇതെല്ലാം കൂടി പൊട്ടിത്തകരും. അന്ന് നമ്മുടെ കണ്ണീന്ന് ചോര വരും. ഒരിത്തിരി സമയം മക്കളുടെ കൂടെ ഇരിക്കാനില്ലാത്ത ബാപ്പുണ്ടാവും. അവസാനം കൗൺസിലിങ്ങിന് വന്നിട്ട് ഞാൻ പറയും, ഒരു 2 മണിക്കൂർ നിങ്ങൾ ഇരിക്കാൻ കേട്ടോ. 2 അല്ല സാറേ, വേണമെങ്കിൽ 4 ഇരിക്കുക. അതിന്റെ തിരക്കില്ലേ? എല്ലാ തിരക്കും തീർന്നു. ആ ഇരുത്ത ആദ്യം ഇരുന്നാൽ മതിയായിരുന്നു. ഈ കൗൺസിലിങ്ങിനെ വരാൻ തിരിക്കേണ്ടി വരില്ല കേട്ടോ. ഒരു തിരക്കുമില്ല. മൂപ്പർക്ക് എന്തൊരു സുഖം എന്നറിയോ, എന്തൊരു ക്ഷമ എന്നറിയോ. നിങ്ങൾക്ക് വായിക്കാൻ വല്ലതും വേണ്ടോ? വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. നിങ്ങൾ എങ്ങനെ ശരിയാക്കി എന്നാ മതി. എങ്ങനെ ശരിയാക്കൽ കണ്ടോ? ഒരു ഇലക്ട്രീഷ്യനായ ആള് മോനെ കൊണ്ടുവന്നതിന് അടിയും പിടിയും കുത്തും എല്ലാം കൊടുത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ നന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മോനെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് പറയാണ്, ഞാൻ നല്ല കൊടുത്തിട്ടുണ്ട്, നന്നാവുന്നില്ല, നിങ്ങൾ നോക്ക്. അങ്ങനെ ഞാൻ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്താവാനാ ആഗ്രഹം? ഒരു 9ാം ക്ലാസ്സുകാരൻ ചെക്കൻ എന്നോട് പറയാ, എനിക്ക് വലുതാവാനാണ് ആഗ്രഹം. ഞാൻ ചോദിച്ചു, അതെന്താ ആഗ്രഹമാണ്? വലുതാവാനാണ് ആഗ്രഹം. ഞാൻ ചോദിച്ചു, അത് വലുതായിക്കോളൂല്ലേ? വലുതായിക്കോളും, വലുതാവാനാണ് ആഗ്രഹം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് വലുതായിട്ട്? അപ്പൊ ഞാൻ വിചാരിച്ചു ഡോക്ടറോ എഞ്ചിനീയറോ ഇതൊക്കെയുള്ള കുട്ടികൾ, മാറുന്ന കുട്ടികൾ. കുട്ടി പറഞ്ഞു, വലുതായിട്ട് കൊടുക്കും ഞാൻ. ആർക്ക്? ഞാൻ ഉടൻ തന്നെ ചെക്കനോട് പറഞ്ഞു, മോനെ ഈ പുറത്തേക്ക് ഇരുന്ന് ബാപ്പനെ കിട്ടി വിടുന്നു. ബാപ്പുണ്ട് അല്ലേ ഗുമ്മിൽ വരുന്നേ, ഒരു കസേര ഇരുന്ന് എന്നോട് ചോദിക്കാം ശരിയായോ? ഞാൻ അയാളോട് പറഞ്ഞു, ഇത് ഫീസ് പോയതൊന്നും അല്ലല്ലോ, മാറ്റിക്കെട്ടാൻ. ബാപ്പ ഇലക്ട്രീഷ്യനാ, മൂപ്പർക്ക് അങ്ങനെയാണ് കയറിയിട്ട് ശരിയായോ? ഓ കത്തി, ബൾബ് കത്തി അല്ലേ? ഞാൻ ബാപ്പനോട് പറഞ്ഞത് ഫീസ് പോയതൊന്നുമില്ല. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവനെ പോറ്റിന്? അതിപ്പോൾ എന്ത് ചോദ്യാ? നിങ്ങൾക്ക് അറിയില്ലേ പോറ്റിന് ഭാവിയിൽ നോക്കണം വളർത്തണം അല്ലേ? എല്ലാ ബാപ്പാരും പറയുന്ന ചോദ്യം. ഞാൻ പറഞ്ഞു ശരി, പക്ഷെ അവൻ ഇതിനൊന്നും അല്ല വളരുന്നേ. നിങ്ങൾ നല്ല ചോറ് കൊടുത്താൽ മതി. അവൻ നിങ്ങളുടെ അത്ര വലുതാകുമ്പോൾ ഇനി നിങ്ങൾ അടിക്കാൻ വേണ്ടി പൊക്കുന്ന കൈ അവൻ പിടിക്കും, ചിലപ്പോൾ ഒന്ന് തിരിച്ചു കിട്ടും. കഴിഞ്ഞില്ലേ? ബാപ്പന്റെ വില തീർന്നില്ലേ? അപ്പൊ മക്കളെങ്ങനെ പോറ്റി? അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കണം, ആദ്യത്തെ 3 ഘട്ടം പരമപ്രധാനം. എന്റെ സമയം തീരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇതില് ഞാൻ പറയുന്ന ഈ ഘട്ടം മാത്രമേ ഞാൻ പറയുള്ളൂ. ഈ ഘട്ടം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങളെ മടി കിടക്കുന്ന പ്രായം, അത് ഞാൻ വിട്ടു. ഇനി ബാല്യം. എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ ചിന്തിക്കണം, ഒരു കുട്ടിയുടെ വ്യക്തിത്വം മറന്നു പോകരുത്. ഒരു കുട്ടിയുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി 50% വളരുന്നത് അവന്റെ 10 വയസ്സിനിടക്കാണ്. മറക്കൂലല്ലോ. ഒരു കുട്ടിക്ക് 10 വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ 50% വളരുന്നു എന്ന് സൈക്കോളജി പറയുന്നു. സൈക്കോളജിയെ നമുക്ക് മാറ്റി നിർത്താം. ഇത് കുവൈത്താണല്ലോ, അറബി നാടാണല്ലോ. അതുകൊണ്ട് നമുക്കിനി ഇസ്ലാമിലേക്ക് വരാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, 7 വയസ്സാകുമ്പോൾ നിസ്കരിപ്പിക്കാൻ തുടങ്ങണേ, 10 വയസ്സായില്ലെങ്കിൽ ശിക്ഷ കൊടുത്തോളൂ. അവിടെ എന്താ പറഞ്ഞേ? ഇസ്ലാമിന്റെ വ്യക്തിത്വത്തിലേക്ക് കുട്ടിയെ നയിക്കേണ്ടത് 10 വയസ്സാകുമ്പോഴേക്കാണ്. ഈ 10 വയസ്സാകുമ്പോഴേക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ വ്യക്തിത്വം 50% വികസിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും മക്കൾക്ക് എപ്പോഴാ ഈ സാധനമൊക്കെ കൊടുക്കേണ്ടത്? മദ്രസ എപ്പോഴാ കൊടുക്കേണ്ടത്? ഒരു ദിശാബോധം എപ്പോഴാ കൊടുക്കേണ്ടത്? സ്നേഹം എപ്പോഴാ കൊടുക്കേണ്ടത്? എന്തൊക്കെ കൊടുക്കേണ്ടത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 10 വയസ്സാകുമ്പോഴേക്ക് നിങ്ങളെ കുട്ടി പകുതി മുസ്ലിം ആവണം. അവൻ ബാങ്ക് കൊടുത്താൽ ബാപ്പാനെ വിളിച്ച് പള്ളിയിൽ പോകണം. നിങ്ങളൊന്ന് കുട്ടീനെ പള്ളി കൊണ്ടുപോയി നോക്ക്, ആകെ കുടുങ്ങും. ഒരു കുട്ടിയെ പള്ളി കൊണ്ടുപോയി പഠിപ്പിച്ചാൽ നിങ്ങൾ കുടുങ്ങും. പിന്നെ കുട്ടി നിസ്കാരത്തിന് സമയമാകുമ്പോൾ ഇങ്ങോട്ട് വന്ന് ബാപ്പനെ വിളിക്കും, എന്താ ബാപ്പ നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണേ, പിന്നെ നടക്കേണ്ട പള്ളിക്ക് പോണ്ടേ? കുട്ടി ഇങ്ങോട്ട് പഠിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, സ്പോഞ്ച് മുക്കിയതോടെ. ഒരു കുട്ടിയുടെ വസ്ത്രം ഇസ്ലാമികമാണോ? അവന്റെ ഭക്ഷണം ഇസ്ലാമിക. നമ്മുടെ മക്കൾക്ക് ഇതിനോടൊക്കെ ഒരു അലർജിയാ. നമ്മൾ എന്തോ ഒരു ഗ്രൂപ്പ്, ഒരു താടി വെച്ച് ബാപ്പ ഇങ്ങനെ നടക്കുന്നു, ഒരു പർദ്ദിട്ട് ഉമ്മ ഇങ്ങനെ നടക്കുന്നു, ഒഴിവുള്ളപ്പോ ഒക്കെ ഖുറാൻ ക്ലാസ്, എല്ലാത്തപ്പോ മദ്രസ. ഇതെന്ത് ഗ്രൂപ്പാ? മക്കൾ ചോദിച്ചില്ലേ നിങ്ങളോട്? നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പ് ചേർന്നൂടെ? ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ? ഇല്ല, അറാം.
ഒരു സിനിമ കാണാൻ പറ്റുമോ? ഇല്ല. TV കേൾക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. ഒരു ഡ്രസ്സ് നല്ല ഇടാൻ പറ്റുമോ? ഇല്ല. പുറത്തു പോകാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഒരു ഓണാഘോഷത്തിന് പറ്റുമോ? ഇല്ല. സ്കൂളിലൊക്കെ കാർണിവൽ എന്തൊരു രസ, പോകാൻ പറ്റുമോ? ഇല്ല. ഉമ്മനോട് ചോദിക്കും, ഇത് എന്ത് മതം അമ്മ? ഇതിങ്ങനെ കുട്ടിക്ക് കൊടുക്കണ്ട്? ഈ കുട്ടി വലുതായി കഴിയുമ്പോൾ നിങ്ങളെ കൂടെ നിൽക്കുമോ? കുട്ടി ആദ്യം അമ്മനോട് ചോദിക്കും, ബാപ്പ ഏതാ ഗ്രൂപ്പ്? ബാപ്പ എന്നെ ഗ്രൂപ്പ്. ഞാനില്ല. അതൊരു രസമില്ല. എന്ത് രസമുണ്ട് ഈ ലോകം. നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ 10 വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ ഒരു ജീവിതത്തിന്റെ സുഖം, മക്കൾ ഇതാണ് സുഖം. ബാപ്പാക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ. ബാപ്പാക്ക് ടെൻഷൻ ഉണ്ടോ? എത്ര ആൾക്കാർക്ക് ടെൻഷൻ ഇല്ല. നോക്ക്, എന്ത് രസമുണ്ട് ഈ ജീവിതത്തിന്. നമുക്ക് വേറൊരു ജീവിതമല്ലേ ഇത്. മോന് പറഞ്ഞു കൊടുക്കേണ്ടത് 10 വയസ്സിന് മുമ്പാ. 18ാമത്തെ വയസ്സിൽ കൗൺസിലിംഗ് നടത്തിയിട്ടല്ല ബാപ്പനെ ബഹുമാനിക്കാൻ മോനെ പഠിപ്പിക്കേണ്ടത്. 18ാമത്തെ വയസ്സിലല്ല ആണും പെണ്ണും ഇരിക്കരുതെന്ന് പഠിപ്പിക്കേണ്ടത്. 85% മുസ്ലിങ്ങൾ പഠിക്കുന്ന ഫറൂഖ് കോളേജിൽ ജോലി ചെയ്യുന്ന അധ്യാപകനാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്നത് ആണിനും പെണ്ണിനും ഒരുമിച്ചിരിക്കണം അത്രേ ഫറൂഖ് കോളേജിൽ. കണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മഹാനായ മനുഷ്യർ വഖഫ് നൽകി ഉണ്ടാക്കിയ, ഭൂമിയിൽ ഉണ്ടാക്കിയ സ്ഥാപനം, അവിടെ ആണിനും പെണ്ണിനും ഒരുമിച്ചിരിക്കണം അത്രേ. ഏതാണിന്? 85% ആ കോളേജിൽ പഠിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾക്ക്. കണ്ടോ? നിങ്ങൾ ചിന്തിക്കുക, എന്താ നമ്മുടെ കുട്ടി ഇങ്ങനെ ചിന്തിക്കാൻ കാരണം? ആ കുട്ടിയുടെ ജീവിതം അങ്ങനെയാ. 10 വയസ്സാകുമ്പോഴേക്ക് അവനങ്ങൾ മുസ്ലിമാക്കിയോ? 50% കുട്ടിയുടെ വ്യക്തിത്വം വളർന്നപ്പോ എവിടെയായിരുന്നു നിങ്ങൾ? ഇടപെട്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക. ഇനിയോ ബാക്കി 50% അവന് കൗമാരത്തിൽ വികസിക്കുക. ഒരു 19 വയസ്സാകുമ്പോഴേക്ക് നിങ്ങളെ കുട്ടിയുടെ വ്യക്തിത്വം ഏകദേശം രൂപപ്പെട്ട് കഴിയും. ഒരു 80%. ഒരു 30 വയസ്സാകുമ്പോഴേക്ക് അത് ഉറച്ചു പോകും. പിന്നെ ഒരു മനുഷ്യനും, എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ആലോചിക്കും, വിശ്വാസം ഉറച്ച എന്നെയും നിങ്ങളെയും തെറ്റിക്കാൻ ആർക്കാ കഴിയുക? പിശാച് ഏറെ പണിപ്പെടണം വേണ്ടേ? കാരണം നമ്മുടെ വ്യക്തിത്വം ഉറച്ചുപോയി. അപ്പൊ വ്യക്തിത്വ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ പങ്കിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കണ്ടോ? സ്മാർട്ട് ഫോൺ നൽകിയാൽ കുഞ്ഞുങ്ങൾ സ്മാർട്ടാകില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ എന്താ? ആൺകുട്ടി അടങ്ങിക്കണമെങ്കിൽ എന്താ കൊടുക്കേണ്ടി? നിങ്ങൾ ഫോൺ കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും ആ വീട്, ആ ഫ്ലാറ്റ് ഓൻ തല കുത്തനെ മറച്ചിടും അല്ലേ? ഉടൻ കൊടുക്കും ഫോണ്. എന്നിട്ടോ ആരാ പറയണേ? ഞാനാ ന്യൂയോർക്ക്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിക്കേണ്ട വിചാരിച്ചാൽ ന്യൂയോർക്കിൽ നിന്ന് കൊണ്ടുവന്ന്. അപ്പൊ ന്യൂയോർക്കിൽ നിന്ന് എന്താ പറയുന്നത്? ടച്ച് സ്ക്രീനുള്ള സ്മാർട്ട് ഫോണിൽ കുഞ്ഞുങ്ങൾ ഗെയിംസ് കണ്ട് കളിക്കുന്ന രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തുക. അവരുടെ സംസാരശേഷി വികസിക്കാൻ കാരണമാവും. അപ്പൊ എളുപ്പമല്ലോ, കുട്ടിയൊന്നും മിണ്ടില്ല, ഉമ്മനോടും സംസാരമില്ല. അല്ലെങ്കിൽ സംസാരശേഷി ഉണ്ടോ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക്? കുട്ടി ഇറങ്ങുമ്പോഴേക്ക് ഡാ പോടാ, മാറ്റടാ, എണീക്കടാ, പോടാ, ട്യൂഷൻ, സ്കൂൾ, ഇതിനപ്പുറത്തേക്ക് എന്ത് സംസാരമുള്ളത്? അത് ഏതെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ സംസാരിക്കണമെന്നൊന്നുമില്ല. കുട്ടി കാണുന്നത് ഇങ്ങനെ തിരക്ക് പിടിച്ചു നെട്ടോട്ടം. ഇത് എന്നത് കൂട്ടിമുട്ടുക. കണ്ടോ? അപ്പൊ ഇനി നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ബുദ്ധി കൂടുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇല്ല എന്ന് ന്യൂയോർക്കിൽ നിന്ന് പഠന റിപ്പോർട്ട് വരുന്നു. അപ്പോ നമ്മുടെ മക്കളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം, ഞാൻ അതുകൂടി പറയുന്നു, എൻ്റെ സമയത്തിനുള്ളിൽ ഞാൻ നിർത്താം. നിങ്ങൾ ചിന്തിക്കുക, ഒരു മനുഷ്യന്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് 3 സാധനങ്ങൾ ചേർന്നതാണ്. നിങ്ങളും ചിന്തിക്കണം, നിങ്ങളുടെ മക്കൾക്കും ഇത് വളർത്തണം. എന്തൊക്കെയാണ് ആ 3 കാര്യം? വളരെ എളുപ്പമാണ്. ഇതാണ് ആ 3 കാര്യം: തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ആക്ഷൻ. ഒരു മനുഷ്യന്റെ ചിന്തയും വൈകാരികതയെയും അവന്റെ പ്രവർത്തനങ്ങളെയും ആകെ പറയുന്ന പേരാണ് അവന്റെ വ്യക്തിത്വം. ഞാൻ എന്ന മനുഷ്യന്റെ വ്യക്തിത്വം എന്താ? എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി, എൻ്റെ ഫീലിംഗ്. ഞാൻ ആകെ തളർന്ന് തരിപ്പണമാകും എൻ്റെ ഫീലിംഗ്. അയാൾ പറയും അവനൊരു ഫീലിംഗ് ടൈപ്പാണ്, നെർവസ് ആണ്. എന്താ? വ്യക്തിത്വം പോയി. ചില ആൾക്കാരെ നമ്മൾ തന്നെ പറയാറില്ലേ, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇന്ന ആളോട് പറഞ്ഞാൽ മതി അല്ലേ, അയാളോട് പറഞ്ഞാൽ മതി, അയാൾ ഉഷാറായി ഡീൽ ചെയ്തോളും. കാരണം എന്താ? അയാളുടെ ചിന്തയും ഫീലിംഗും ആക്ഷനും, അയാളുടെ വ്യക്തിത്വം അതാണ്. ചില ആൾക്കാരോട് പറയും നമ്മൾ, മൂപ്പരോട് പറയണ്ട. എന്താ? അതിൽ നല്ല മാതൃഭൂമി കൊടുക്കുകയാണ്. അയാളുടെ ചിന്തയും ഫീലിംഗും ആക്ഷനും അങ്ങനെയാണ്. എങ്കിൽ ഈ 3 എണ്ണത്തിനെയും നിങ്ങൾ എങ്ങനെ മോൾഡ് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ മക്കളുടെ പേഴ്സണാലിറ്റി. ഞാൻ പരത്തി പറയുന്നില്ല, ഒന്നുകൂടി. നിങ്ങളുടെ മക്കളുടെ ചിന്ത, കാർണിവലിന് പോവാത്ത മതത്തിൽ വിശ്വസിക്കുന്ന ബാപ്പ, എന്ത് ബാപ്പ, ഇതാണോ ചിന്ത? നിങ്ങളുടെ മക്കളുടെ ഫീലിംഗ്, പാട്ട് കേട്ടാലാണോ അവന് സന്തോഷം വരുന്നത്? ഖുർആൻ കേട്ടാലാണോ അവന് ഫീലിംഗ് വരുന്നത്? നിങ്ങളുടെ മക്കളുടെ ആക്ഷൻ കണ്ടോ? ബാങ്ക് കൊടുത്ത പള്ളിയിൽ പോയി കൈ ഉയർത്തുന്നു ആകാശത്തേക്ക്, അല്ലാഹു അക്ബർ, ഇതാണോ ആക്ഷൻ? അല്ലേ? അല്ല DJ അല്ലേ? അല്ല എൻ്റെ പേര്, ആ പാട്ട് വിട്ടാണ്ട് ഡും ഡും
ഠോ ഠോ. മക്കൾ നടക്കുക. നിങ്ങൾ കേട്ടില്ലേ? ചെവി ഉണ്ടോ നമ്മുടെ മക്കൾക്ക്? രണ്ടിലും ഒരു കിണാപ്പ് കുത്തി വെച്ചിട്ടുണ്ടാവും. ഉണ്ടോ? എന്തെങ്കിലും കേൾക്കും നമ്മളെ മക്കള്? ശ്രദ്ധ ആണെങ്കിലോ ഒരു ഫോണിലോ പുറയിൽ ആരെയും വന്നാലോ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, ആരാടെ വന്നേ അറിയില്ല, ആരെ കേട്ടില്ല, സലാം അടക്കി ഇതിന്റെ ഇടക്ക് അല്ലേ? ഫോണില്ല. കണ്ണുണ്ടോ നിങ്ങളെ മക്കൾക്ക്? കണ്ണില്ല, കുരുടി. കാതുണ്ടോ മക്കൾക്ക്? നിങ്ങൾ ചിന്തിക്കും. അപ്പൊ എങ്ങനെയാ അവന്റെ പേഴ്സണാലിറ്റി വളരുക, അവന്റെ ചിന്ത വളരുക? അവൻ ചിന്തിക്കണ്ടേ, അവന്റെ ചിന്ത ഉഷാറായിട്ട് പോണ്ടേ, അവൻ ചിന്തിച്ച് മനോഹരമായിട്ട് മുന്നോട്ട് പോണ്ടേ, വളരുവോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പേഴ്സണാലിറ്റി കുട്ടിയിൽ, ദ ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി, അങ്ങനെ നമുക്ക് അതിനെ വിളിക്കാം. ഇത് കുട്ടിയിൽ രൂപപ്പെടും. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ കൂടെ വരുന്നതല്ല. ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് വലിയ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ബാപ്പാന്റെ പേഴ്സണാലിറ്റി കുട്ടിക്കണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ചെറിയതായിട്ട് കുട്ടിക്ക് ചില ചേഷ്ടകളും ആംഗ്യങ്ങളും ഒക്കെ കിട്ടിയേക്കാം. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്, വികസിക്കുന്നത്, വളരുന്നത്, ദ ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി നമുക്ക് വിളിക്കാം. അത് അവന് കിട്ടുന്ന ലൈഫ് എക്സ്പീരിയൻസസിലൂടെയാണ്, ജീവിത അനുഭവങ്ങളിലൂടെയാണ്. നോക്കൂ നിങ്ങൾ, ഈ കുട്ടിക്ക് കിട്ടുന്ന ജീവിതാനുഭവങ്ങളാണ്, കുട്ടിയുടെ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് അവന്റെ പേഴ്സണാലിറ്റി. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിലൂടെയാണ് എൻ്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചത്, എൻ്റെ ഉമ്മ എനിക്ക് തന്നത്, എൻ്റെ എൻവയോൺമെന്റ് എനിക്ക് തന്നത്, എൻ്റെ സ്കൂൾ എനിക്ക് തന്നത്, എൻ്റെ കൂട്ടുകാർ എനിക്ക് തന്നത്, എല്ലാം കൂടി ചേർത്തപ്പോൾ എൻ്റെ ചിന്തയും എൻ്റെ ഫീലിംഗും എൻ്റെ ആക്ഷനും എല്ലാം ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെട്ടതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുക. എങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എന്ത് ജീവിതാനുഭവമാണ് നിങ്ങൾ കൊടുത്തത്? എന്താ കൊടുത്തത്? നമ്മുടെ പണ്ടത്തെ ഉമ്മമാര് കൊടുത്തോ? നിങ്ങളുടെ അമ്മമാർ അടുക്കളയിൽ നിങ്ങൾ 12 വയസ്സോ 13 വയസ്സോ പ്രായമായപ്പോ ഒരു പെൺകുട്ടിനെ അടുക്കളയിൽ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് ഉമ്മ പറയും, എടി ആ പാത്രം ഒന്ന് കഴുകു, ഇതൊന്ന് ചെയ്യ്, പഠിക്കാണ്ട്, അത്ര പഠിച്ചാൽ മതി, ഇത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. ഉണ്ടാ ഈ കുട്ടിയുടെ വ്യക്തിത്വം ഉമ്മ വളർത്തുക, പെൺകുട്ടിയെ പെൺകുട്ടിയായി വളർത്തുക, ഒരു നല്ല കുടുംബിനിയായി, നല്ല ഭാര്യയായി, നല്ല ഒരു പെണ്ണായി ഈ പെണ്ണിനെ ഉമ്മ വളർത്തുക. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത നിങ്ങളുടെ ഉമ്മ, ആ ഉമ്മ വളർത്തിയതുകൊണ്ട് നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയെങ്കിലും സഹിക്കാൻ കഴിയണത്. അല്ലെങ്കിലോ? അതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് വേറൊരുത്തരെ സഹിക്കാൻ കഴിയാത്തത്. ഈ ആൺകുട്ടിയെയോ പെൺകുട്ടിയേറ്റോ വളർത്തുക. ധൈര്യമില്ലാത്ത ആൺകുട്ടികൾ ടിവിയുടെ റിമോട്ട് ബാപ്പ വാങ്ങി വെച്ചതിന് അരമുഴം കയറിൽ ജീവനൊടുക്കിയ മക്കളുടെ കഥ നിങ്ങൾ കേട്ടില്ലേ? ഇതെന്ത് പേഴ്സണാലിറ്റി? ഇവന് ജീവിതാനുഭവം കിട്ടിയോ? ഒന്ന് തോറ്റു പോകുമ്പോഴേക്ക് ഇവൻ ആകെ തളർന്നു പോയെങ്കിൽ ഇവന് ജീവിതാനുഭവം കിട്ടിയോ? ആയിരം തോൽവികൾ ഏറ്റുവാങ്ങിയാലും നെഞ്ചുയർത്തി നിൽക്കണ്ടേ നമ്മുടെ മക്കൾ? ഇതോ A+ കിട്ടിയില്ല, തളർന്നു അല്ലേ? ബാപ്പ A+ ഇല്ല, എന്നാ 2 ട്യൂഷൻ എക്സ്ട്രാ. ഈ ശനിയാഴ്ച ഒരു അരമണിക്കൂറുണ്ടല്ലോ, പിടിച്ചോ ട്യൂഷൻ, മാത്സിന് സ്പെഷ്യൽ ട്യൂഷൻ. എന്നിട്ടോ ഇവന് ഈ ട്യൂഷൻ തന്നെ ഉണ്ടാവുള്ളൂ. അവന്റെ മുമ്പിൽ ഒരു ജീവിതം, ഒരു പ്രശ്നം വന്നാൽ, ഒരു തോൽവി വന്നാൽ ആത്മഹത്യയല്ലാതെ എന്ത് വഴിയുണ്ടാകും? നിങ്ങളുടെ കുട്ടി തീയിൽ കുരുക്കണം. അപ്പൊ വെയിലത്ത് പാടില്ല. നിങ്ങൾ ജീവിതാനുഭവങ്ങൾ കുട്ടിക്ക് കൊടുത്തോ? അവന്റെ പേഴ്സണാലിറ്റിയെ വളർത്തിയോ? ഇവിടെയാണ് ഞാനും നിങ്ങളും ഒക്കെ കുട്ടിയെ ചിന്തിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾ നോക്കിക്കോ, ഞാൻ സ്റ്റേജസ് പറഞ്ഞു. എനർജിയും സമയവും ഉള്ള സമയം, പക്ഷേ പണമില്ലാത്ത സമയം, അതാണ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. നിങ്ങൾ കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കണം. ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. എന്തൊക്കെയാ ഉള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മക്കൾക്കുള്ളത് എന്തൊക്കെയാ? എനർജി പ്ലസ് ടൈം. ഞാൻ അതിന് ടൈമും കൂടി വെട്ടണം കുവൈത്തിലെ കുട്ടികളെ, അല്ലേ? വെട്ടണ്ടേ? സാധാരണ സൈക്കോളജി അഡൾട്ട്ഹുഡിനെ, ചൈൽഡ്ഹുഡിനെയും അഡോളസൻസിനെയും കൗമാരത്തെയും ബാല്യത്തെയും ഒക്കെ പറയാ തന്നെ എങ്ങനെയാ? ഒരു കുട്ടിക്ക് പണമില്ല, അവനിൽ പണമില്ല, പക്ഷെ എന്തുണ്ട്? എനർജി ഉണ്ട്, സമയമുണ്ട്. ഇനി എനർജിയെയും സമയത്തെയും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? എന്നാ കുവൈത്തിലെ മക്കളെടുത്ത് നോക്ക്, സമയമില്ല, പണവുമില്ല, എനർജി മാത്രം. ഈ എനർജിയെ കുട്ടി എവിടെ കൊണ്ടുപോയി കത്തിക്കും? നിങ്ങളെ 600 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിന്റെ ഉള്ളിലോ? ഈ കുട്ടിയുടെ എനർജിയെ നിങ്ങൾ എങ്ങനെ കത്തിക്കും? അപ്പൊ അവൻ വികൃതി കളിക്കാൻ തുടങ്ങും, അവന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും, അവൻ നിങ്ങളുടെ വീട്ടിലെ സോഫയിൽ തലകുത്തറ നിൽക്കാൻ തുടങ്ങും. അതൊക്കെ നിങ്ങൾക്ക് കുരുത്തക്കേടാ. കുട്ടിന്റെ എനർജി എവിടെ കൊണ്ടേ കത്തിക്കും? നിങ്ങളെ എനർജി ഫുള്ള് കുവൈത്തി വാങ്ങുന്നുണ്ട്, അല്ലേ? പൈസ തരുന്നുണ്ട്. കുട്ടിന്റെ എനർജി എന്ത് ചെയ്യും? ഇവിടെ ഓടിക്കളിക്കാൻ ഗ്രൗണ്ട് ഉണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ അടുത്ത നോക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് എത്തും. ഇത് നിങ്ങളാട്ടോ, എനർജി പ്ലസ് മണി, അല്ലേ? ബട്ട്
അതാണ് നമ്മൾ. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ കിടക്കും. അതെന്താ? മണി പ്ലസ് ടൈം ബട്ട് നോ എനർജി, ഓൾഡ് ഏജ്. അതിന്റെ മുമ്പ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ? എന്താന്ന് വെച്ചാൽ എങ്ങനെ വരുന്നുണ്ട് കണ്ടോ? അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ എനർജിയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ എനർജി കത്തിക്കാൻ നമുക്ക് സമയമുണ്ട്. നമ്മൾ ജോലിക്കാരാണ്, ഞാനും നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. കുട്ടിയുടെ എനർജി കുട്ടി എങ്ങനെ കത്തിക്കും? അപ്പൊ ഇവിടെയൊക്കെയാണ് ഈ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ട സാധനം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ എന്താ പറഞ്ഞത്? ആകത്തുക വ്യക്തിത്വം കുട്ടിയിൽ വളരുമ്പോ ഇടപെടണം എന്ന ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ഇടപെടണം. ഞാനും നിങ്ങളും ഒരു കുട്ടിയിൽ വ്യക്തിത്വം രൂപപ്പെടുമ്പോ ഇടപെടണം. ആ കുട്ടിക്ക് ധൈര്യം കൊടുക്കണം. എന്റെ 7 വയസ്സുകാരനായ എന്റെ പൊന്നുമോൻ, എന്റെ ഭാര്യ പറയാണ്, നിങ്ങൾ ആ പീടിയെ പോയിട്ട് കണ്ട ഒരു സോപ്പും പൊടിന്റെ പാക്കറ്റ് ഇങ്ങോട്ട് വാങ്ങ്. ഞാൻ പറഞ്ഞു, എടി ഓനെ വിട്, എന്റെ മോനെ വിട്. അവൻ പ്രായമായിണോ? പിന്നെ 10 ഉറുപ്പ്യം കൊടുത്ത് എന്റെ കുട്ടി പോയി വാങ്ങിക്കൊണ്ടുവരും. വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവൻ വിജയശ്രീലാളിതനായിട്ട് എന്റെ മുമ്പിൽ വെക്കും. കണ്ടാ സോപ്പും പൊടി അധ്വാനിച്ച് വാങ്ങിക്കൊണ്ടെന്നാ. ഞാൻ പറയാ, അങ്ങനെ ശരിയാ. കണ്ടാ എന്റെ മോൻ ആൺകുട്ടിയായി വളരും. നിങ്ങളുടെ മക്കളോ? നിങ്ങൾ ചിന്തിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചോറ് കൊടുത്തോ ചൊല്ലു കൊടുത്തോ മക്കൾക്ക്. ചോറ് കൊടുത്താൽ വയറ്റിലേക്കാണ് പോവുക, ശരീരമാണ് വളരുക. നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ കുട്ടികളെ, നല്ല ശരീര. ചോറ് കൊടുത്താൽ ശരീരമാണ് വളരുക, ചൊല്ലു കൊടുത്താൽ മനസ്സാണ് വളരുക. നിങ്ങളെ കുട്ടിക്ക് ചൊല്ലു കൊടുക്കാൻ സമയം കിട്ടല്ലോ. തല്ലു കൊടുക്കാൻ പിന്നെ ഉള്ള സമയത്ത് നിങ്ങൾ കൊടുക്കും. ചൊല്ലോ ഉണ്ടോ? ഇവിടെ നിങ്ങൾ ചിന്തിക്ക്. ഞാൻ എന്താ പറഞ്ഞ്? 10 വയസ്സാകുമ്പോഴേക്ക് വളരേണ്ട 50% വ്യക്തിത്വത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കയ്യിൽ? ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ മക്കളെ ഓർത്ത് നഖം കടിക്കേണ്ടി വരും. ഇവിടെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. അപ്പോ ഇനി എന്റെ വിഷയമാക്കി കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യമുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. ഈ ഒരു കൂട്ടായ്മയുടെ വിജയം നിറഞ്ഞ സദസ്സിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ. ഞാൻ 2ാമത്തെ തവണയാണ് വരുന്നത്. എല്ലാ ഇതിൻ്റെ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. സർവശക്തനായ അള്ളാഹുവിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിയതിനും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതും ഒക്കെ അനുഗ്രഹമായി കരുതുന്നു. ഇതിനുള്ള തക്കതായ പ്രതിഫലം എനിക്കും നിങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. മക്കൾക്ക് നല്ല രീതിയിൽ വളരാനുള്ള ബുദ്ധിയും ആവതും കരുത്തും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.